കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദിന്റെ മുഖംമൂടി വലിച്ചു പൊക്കാണ്ട് തുടങ്ങുവാണ് രാധികാമ്മ. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഈ മുഖം ഇങ്ങനെ കാണാനേ ഇഷ്ടം. ഇനിയിപ്പോ ഈ മുഖംമൂടി വലിച്ചു ഉരുട്ടണമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണും, അത് വേണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ കൈയും കൊണ്ട് പിൻവലിക്കുകയാണ്. അപ്പോഴാണ് ഗീതുവിനും ഗോവിന്ദനും ശരിക്കും ശ്വാസം നേരെ വീണേ. പിന്നീട് അവരവിടുന്ന് ഓടിപ്പോരുവാണ് കായൽക്കരയിലേക്ക്. എങ്ങനെയെങ്കിലും അവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. ഈ സമയം അങ്ങോട്ട് പ്രിയ വന്നിട്ട് പറഞ്ഞു, എന്താണെങ്കിലും നമ്മൾ ഇത്രമാത്രം രസിപ്പിച്ചല്ലേ ഇവര്, പിന്നെ ഇവരുടെ പേര് കേസൊന്നും കൊടുക്കണ്ടെന്ന് പറയാം. രേഖപണി ശരിയാ. ഇനിയിപ്പൊ ഇതിന്റെ പേരില് വെറുതെ എന്തിനാ പോലീസും കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നേ? വരുണേട്ടന് കിട്ടിയ അടിയുടെ പേരില് ഇനിയിപ്പൊ കേസൊന്നും വേണ്ടാന്ന് പറയാം. ഇത് കേട്ടതും രാധിക പറഞ്ഞു, ശരിയാ, അങ്ങനെയാണെങ്കിൽ ഇനി കേസൊന്നും കൊടുക്കണ്ട. പിന്നീട് മാനോജയോട് എന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര മാത്രം റിസ്ക് ഒക്കെ എടുത്തല്ലേ, അതുകൊണ്ട് ഇനി കേസുകളും കൂട്ടമൊന്നും വേണ്ടാന്ന് പറയാം. എന്നാ ബാ നമുക്ക് അകത്തേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് രാധികാമേനെ കൂട്ടി കാഞ്ചന അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. പിന്നീട് സ്വിമ്മിംഗ് പൂളിന്റെ അരിയിൽ കൂടെ രാധികാമയും കാഞ്ചനയും കൂടെ നടക്കുവാണ്. രാധികാമ പറഞ്ഞു, ഇവിടെ വന്നതിന് ശേഷം എന്താണെങ്കിലും മനസ്സിന് ഒരു ഉന്മേഷവും ഉണർവൊക്കെ ഉണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യും മാമി, ഗീതപ്പാപ്പൻ എങ്ങനെ തുരത്താം അതിനെക്കുറിച്ച് തന്നെ ഒരു ഗവേഷണം നടത്താൻ പറയാണ്. എന്തേലും ഒരു ഐഡിയ ഉണ്ടോ നോക്ക്, ഗീതപ്പാപ്പയ്ക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയേ. അത് കൊള്ളാലോ, നീ ആള് കൊള്ളാലോ എന്ന് പറയാണ്. അതെ, ഈ സമയത്താണ് എന്റെ ഇന്റലിജൻസ് ഗോസ്റ്റ് ഉണർന്നു വരുന്നതെന്ന് പറയാണ്. ഇന്റലിജൻസ് ഗോസ്റ്റ് അതെന്ത് സംഭവം? ബുദ്ധിരാക്ഷസി എന്ന് പറയാണ്. എന്റെ ദൈവമേ, എന്റെ പൊന്നു കാഞ്ചനെ, നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. എന്താന്ന് അറിയത്തില്ല മാമി. ദേ, ഞാൻ ആ റൂമിലുണ്ടായിരുന്ന ആ ഇംഗ്ലീഷുകാരോട് സംസാരിച്ചേ പിന്നെ എനിക്ക് വല്ലാത്തൊരിതാ, എപ്പോ വായാലും ഇംഗ്ലീഷോ വരത്തുള്ളൂ എന്ന് പറയാം. ദേ, നീ ഇംഗ്ലീഷ് സംസാരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. ദേ, അവിടെ വെച്ച് എനിക്കുണ്ടായ നാണക്കേടിനെ കുറിച്ച് നീ പുറത്താരോടും പറയില്ലെന്ന് പറയാം. ഇല്ലില്ല, മാമീനെ ഞാൻ ഒറ്റക്കൊടുക്കില്ല എന്ന് പറയാണ്. ഈ സമയം അജാസും അവർണികയും ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ബാഗൊക്കെ എടുത്ത് പുറത്തിറങ്ങാണ്ട് തുടങ്ങണം. ഈ സമയം കിഷോറോടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിലാണെങ്കിൽ വലിയൊരു വടിയും കൂടെ ഉണ്ടായിരുന്നു. ഇറങ്ങി വരട്ടെ, ഈ കമ്പ് വെച്ച് അവിടെ തലയടിച്ച് ഞാൻ പറിക്കും, ഇന്നത്തോടെ കാണിച്ചു കൊടുക്കാം. കള്ളനും കള്ളിയും കൂടെ വന്ന് റൂം എടുത്ത് കണ്ടില്ലേ റിസോർട്ടില്, ഇറങ്ങി വാടാന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് പെട്ടെന്ന് വരുണ് മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് കണ്ടേ. വരുണിനെ കണ്ടത് അവരകത്തേക്ക് ഓടിക്കേറിപ്പോയി. ദൈവമേ, ഇപ്പോഴെങ്ങാനും വരുണിനെ കണ്ടാൽ ശരിയാത്തിരുന്ന കാര്യം അജാസിന് മനസ്സിലായി. വരുൺ ഈ സമയം ഫോണേലൊക്കെ ഒന്ന് ചോണ്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കിഷോർ എന്ത് ചെയ്യണം, അവിടെ പമ്മി എന്നിട്ട് ഒറ്റ അടി കൊടുക്കുക. അത് പക്ഷെങ്കിൽ അജാസാന്ന് കരുതി കൊടുത്തതാണ്. കൊണ്ടത് വരുണിനുമാണ്. വരുണ് തല പൊത്തി കരഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുവാണ്. പെട്ടെന്നാണ് കിഷോർ ആ കാഴ്ച കാണുന്നത്. താൻ അടിച്ച ആള് മാറിപ്പോയെന്നുള്ള സത്യം. പെട്ടെന്ന് കിഷോർ അവിടെ കമ്പ് ഇട്ടിട്ട് കിഷോർ ഇറങ്ങി ഓടുവാണ്. ഈ സമയം വരുണിന്റെ കരച്ചിൽ കേട്ട് രേഖയും എല്ലാരും കൂടി ഓടി വരുവാണ്. അങ്ങനെ രാധികാമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തലയെ കൈ വെച്ചുകൊണ്ട് നിൽക്കുന്ന വരുണിനെ കണ്ടത്. എന്താടാ മോനെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അതെ, അവൻ വീണ്ടും എന്നെ അടിച്ചെന്ന് പറയണം. എടാ, ധൈര്യം ഉണ്ടെങ്കിൽ പകൽവട്ടത്തിൽ ഇറങ്ങി വാടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ അടിച്ചു കാണിക്കാൻ പറയണം. ഈ സമയം രേഖ പറഞ്ഞു, അയ്യോ ചോര വരുന്നുണ്ടല്ലോ, ഇത് വരണേട്ടാ, ഒന്ന് അടങ്ങി നിൽക്കാൻ പറയണം. രാധികാമ്മ പിടിച്ചു നോക്കിയോ, രാധികാമ്മയുടെ കൈ നിറച്ചും ചോര. ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വരുണിന് തലറങ്ങുന്ന പോലെ തോന്നി. പിന്നീട് വരുണിനെ കൊണ്ട് അവരങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ആകെപ്പാടെ പെട്ട അവസ്ഥയിലാണ് ഗീതവും ഗോവിന്ദും. അവര് കാൽക്കര വന്ന് നിൽക്കുകയാണ്. പക്ഷെ ബോട്ട് ഇതിലായിട്ട് എടുക്കാനായിട്ട് ആരും വന്നില്ല. എന്റെ ദൈവമേ, ഇനി എപ്പോഴാണോ ഈ അജാസും അപർണയും കൂടെ ഇത് എവിടെ പോയി കിടക്കുക? ഇത്ര സമയമായിട്ട് അവരെന്താ വരാത്തെ? അപ്പോഴാണ് മാനേജർ അങ്ങോട്ട് ഓടി വരുന്നത്. അല്ല, നിങ്ങളിത് എവിടെ പോയി കിടക്കുക? ഇതേ, ഈ ഹൗസ് ബോട്ട് സ്റ്റാർട്ടാക്കാത്ത എന്താ? ആ സാറേ, ഈ ബോട്ടിനൊരു ചെറിയ കംപ്ലൈന്റ്, അതെ മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ വരുമെന്ന് പറയാം. ദൈവമേ, പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും? സാറോട് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവാണ്. ഗീത് പറഞ്ഞു, ഇനി ഇപ്പൊ നമ്മൾ എങ്ങനെ ഇവിടുന്ന് പോന്ന് ചോദിക്കാം. ഓ, അജാസിനെ എങ്ങനെയൊന്നും വിളിക്കായിരുന്നു, ആ ഫോണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അതെങ്ങനെയാ ഫോണ് ബാഗിനകത്തല്ലേ, അവിടെ അല്ലേ എന്ന് ചോദിക്കുക. അത് ശരിയാണല്ലോ, പിന്നെ എന്ത് ചെയ്യും, പെട്ടാ തന്നെ എന്നും പറഞ്ഞിട്ട് ഗീതും കൂന്നും അവിടെ നിൽക്കുവാണ്. ഗീതു എന്ത് ചെയ്യണം, എനിക്ക് നിൽക്കാൻ വയ്യ, എന്റെ കാല് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബോർഡിനകത്തേക്ക് പോയി പതുക്കെ അവിടെ കയറി അങ്ങോട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ഗോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് രാധികാമ്മയും കാഞ്ചന അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ അടിയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി ഇനി ഇവിടെ റിസോർട്ട് നിന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് വരുണിന്റെ തലയിൽ ഒരു വെച്ചുകെട്ടൊക്കെ ഉണ്ട്. വെച്ചുകെട്ടൊക്കെ ആയിട്ട് അവര് നേരെ കായൽക്കരയിലേക്ക് വരുവാണ് തിരികെ പോകാനായിട്ട്. 3-4 ദിവസത്തെ ട്രിപ്പിന് വന്നാ. പക്ഷെ ഇങ്ങനത്തെ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നീട് അവർക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഈ സമയം കാഞ്ചന പറഞ്ഞു, അതെ
ഗോവിന്ദമാമയല്ല നിക്കണെന്ന് ചോദിക്കണം. ഗോവിന്ദന് മനസ്സിലായി പെട്ടെന്ന് തന്നെ കാഞ്ചന കണ്ടു. എല്ലാരും പെട്ടെന്ന് നോക്കി. ശരിയാണല്ലോ, ഗോവിന്ദൻ ആ നിക്കണെന്ന് പ്രിയം പറയാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? പെട്ടല്ലോ. ഗീതു ഇത് കേട്ടു. ദൈവമേ, ഇന്നത്തോടെ ഗോവിന്ദന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിടിക്കപ്പെട്ടിരിക്കുന്നു. കള്ളത്തരങ്ങളെല്ലാം വിളിച്ചതാ. ഗോവിന്ദപ്പ ആലോചിച്ചു, എന്താ ചെയ്യണ്ടേ? എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ. ഈ സമയം രാധിക ഓടി നിന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതെന്താ കണ്ണാ നീ ഇവിടെ മുംബൈയിലാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് പോന്നെന്ന് ചോദിക്കാം. അപ്പൊ നിനക്ക് എന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ? മീറ്റിങ്ങോ? അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പൊ നീ ഇങ്ങോട്ട് വന്നോ? നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വന്നതല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടൻ കാഞ്ചന ചോദിച്ചു, അല്ല ഗോതമ്പാമൻ ഞെട്ടിയോന്ന് ചോദിക്കുക. ഞെട്ടി, ഞാൻ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. രാധികാൻ പറഞ്ഞു, എന്നാലും നിനക്ക് വരുന്ന കാര്യമൊന്നും വിളിച്ചു പറയായിരുന്നു കണ്ണാ. വന്നു കഴിഞ്ഞപ്പോ അല്ലേ അറിഞ്ഞ നിങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ ഈ റിസോർട്ട് നോക്കിയിട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങാലോ എന്ന് പറയാം. പെട്ടെന്ന് രാധിക പറഞ്ഞു, വേണ്ട വേണ്ട, ഈ റിസോർട്ട് വാങ്ങണ്ട. അതെന്താ? എടാ, ഇവിടെ മൊത്തം പ്രശ്നങ്ങളാ, ഇരുട്ടടിയും കാര്യങ്ങളും. ഈ റിസോർട്ട് എങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോലീസ് സ്റ്റേഷൻ കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടി വരും പ്രശ്നങ്ങൾ തീർക്കാനായിട്ട്. അതുകൊണ്ട് ഈ റിസോർട്ട് വാങ്ങണ്ടെന്ന് പറയാ. അല്ല നീ വാ കണ്ണ, നമുക്ക് പോവാന്ന് പറയണം. ഇത് കേട്ടതും ഗോതമ്പ്, ഇപ്പൊ പോവാൻ? അതെന്താ ഇപ്പൊ പോണേ? എടാ ഇപ്പൊ പോവാം. അയ്യോ, അതൊരു പ്രശ്നമുണ്ട്. ആ ബോട്ട് കേടാ, മെക്കാനിക്ക് വരണമെന്ന് പറയാ. ഓ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി എന്ത് ചെയ്യും? ശേ, ആകെ പാടപ്പെട്ടല്ലോ. അല്ല, നിന്റെ ബാക്കി എന്തേ കണ്ണ? അതാ ബോട്ടിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറയണം. ഈ സമയം പ്രിയ പറഞ്ഞു, എനിക്ക് അതേ സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ റിസോർട്ടിലേക്ക് തന്നെ തിരികെ പോവാം. ഇനിയിപ്പം അയാൾ വന്ന് ബോട്ട് ശരിയാക്കട്ടെ, അതിനുശേഷം നമുക്ക് വന്നാൽ പോരെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എന്റെ ബാഗ് എടുത്തോണ്ട് വരട്ടെ എന്ന് പറയാം. രാധിക പറഞ്ഞു, വേണ്ട, ബാഗൊന്നും എടുക്കണ്ട, അതൊക്കെ ഞാൻ ബോട്ടിനകത്ത് ഇരുന്നോട്ടെ എന്ന് പറയാം. എന്നാലും ബാഗ് എടുത്തോണ്ട് വരാം. കാഞ്ചന പറഞ്ഞു, ഞാൻ എടുത്തോണ്ട് വരാന്ന് പറയണം. വേണ്ട വേണ്ട, നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാന്ന് പറയാം. പക്ഷെ രാധികാമ്മ വിട്ടില്ല. കാരണം അതവിടെ ഇരിക്കട്ടെ, ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, ദേ അതപ്പോ എടുത്താൽ മതി എന്ന് പറയണം. ഗീതുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗീതു അതിനകത്ത് പെട്ടിരിക്കുവാണല്ലോ. രാധികാമ്മ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കയ്യോടെ പൊക്കുമെന്നറിയാം. ഗോവിന്ദനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ തന്റെ കളത്തരങ്ങളും പുറത്താവും. തന്നെ പിടികൂടുമെന്ന് വിചാരിച്ച് ഗീതു എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അതിനകത്തിരിക്കുക. ഈ സമയം രാധിക ഗോവിന്ദനം കണ്ട് റിസോർട്ടിലേക്ക് തിരികെ പോവാണ്. ഒരു വശത്ത് രാധികയും ഒരു വശത്ത് പ്രിയ, നടുക്കും ഗോവിന്ദുമായിട്ടും കൂടി ചെല്ലുവാണ്. പിന്നീട് കാണിക്കുന്ന ധ്യാനും രഞ്ജുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരും ആ വീട്ടിലില്ലാത്തതുകൊണ്ട് അറക്കൽ വീട്ടിലേക്ക് ധ്യാൻ രഞ്ജുവിനെ കാണാനായിട്ട് വന്നതാണ്. പിന്നീട് രഞ്ജുവിനോട് പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്കൊരു വാക്ക് പറയാൻ വരായിരുന്നോ? അന്നെങ്കിൽ ഇന്നലെ ഞാൻ വരത്തില്ലാരും ചോദിക്കും. എന്തിനാ? എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. ഇതേ ശുഭിച്ചേട്ടനും ഉണ്ട്, അയ്യപ്പേട്ടനും ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? എന്നാലും വേറെ ആരും ഇല്ലല്ലോ, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. നാളെ രാവിലെ നമ്മളൊരു ട്രിപ്പ് പോകുന്നു. നാളെ 7 മണിയാകുമ്പോൾ, പിന്നെ വൈകുന്നേരം തിരിച്ചു വരുന്നുള്ളൂ, അടിച്ചു പൊളിച്ച്. എങ്ങനെയുണ്ട്? അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതെ, നിന്റെ അമ്മ US ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പം തന്നെ നീ തിരികെ അങ്ങോട്ട് പോയേക്കണം. ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞു? എനിക്ക് ടെൻഷനാണ് നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യത്തിൽ. ഓ, അങ്ങനെയാണോ? അങ്ങനെ ടെൻഷനാണ്, ഒരു കാര്യം ചെയ്യാം, എന്റെ കഴുത്തിൽ ഒരു താലിച്ചിലയുടെ അങ്ങോട്ട് കെട്ട്. അതാ പിന്നെ പ്രശ്നമില്ലോ. എവിടെ വെള്ളം ധ്യാനിന്റെ കൂടെ ഞാൻ വന്നോളൂല്ലോ. പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കാം. തമാശല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് പറയാം. ഓ, അങ്ങനെയാണോ? എന്നാ ശരി, ബാ, ഇപ്പൊ നമുക്കൊന്ന് പുറത്തൊക്കെ ഇത് ചുറ്റിക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് തന്നെ ഒരു കാറ് വന്നിന്നെ. കാറിനകത്തുനിന്ന് അനാർക്കലിയും കൂടെ ഇറങ്ങുവാണ്. ഇതാരെ പോലും ഇത് ഒന്നും മനസ്സിലാവുന്നില്ലോ എന്നോർത്താൽ അവരും കൂടെ ഇറങ്ങി വരിക. പെട്ടെന്ന് അനാർക്കലി ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ധ്യാൻ പറഞ്ഞു, അല്ല നിങ്ങൾ ആരാന്ന് പറ. ഞാൻ ആരാന്ന് പറയാം, ആദ്യം നിങ്ങൾ ആരാന്ന് പറ. ഇത് കേട്ടൻ ധ്യാൻ പറഞ്ഞു, നിങ്ങൾ ആരാന്ന് പറയാതെ ഞങ്ങൾ ആരാന്ന് ഞാൻ പറയത്തില്ല എന്ന് പറയാം. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞു, ഞാൻ ആരെന്ന് രാധയ്ക്കറിയാം, അവളെ വിളിക്കാൻ പറയാം. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, അതെ, രാധികാമ്മ എവിടെ ഇല്ലാന്ന് പറയണേ. ഇല്ല, അവളെവിടെ പോയി? ഒരു ഫാമിലി ട്രിപ്പ് ഉണ്ട്, അതിന് പോയതാ, 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളെന്ന് പറയാം. ഓ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്നാ ഒരു കാര്യം ചെയ്യാം, അവളെ വിളിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. അല്ല, ഞാനെന്ന് പറയുമ്പം എന്തെന്നാ പറയണ്ടേ? അറയ്ക്കൽ കുടുംബത്തിലെ പഴയ ഒരു ആള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യതയോടെ മനസ്സിലാവുമെന്ന് പറയാം. ഇത് കേട്ടൻ ധ്യാനും ഇതിനും ഒന്നും മനസ്സിലായില്ല. അല്ല, ധ്യാനും രഞ്ജുവിനും ഒന്നും മനസ്സിലായില്ല. എന്താ അവര് പറയണമെന്ന് പോലും മനസ്സിലായില്ല. ഈ സമയത്ത് പറഞ്ഞു, അല്ല ഒരു കാര്യം കൂടെ പറഞ്ഞേരെ, ഞാൻ ഗോവിന്ദനോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി വന്നിരിക്കാന്ന്. അത് കേട്ട ഉടനെ അവരും കൂടെ പറന്നെത്തിക്കോളൂ എന്ന് പറയാം. ഇത് കേട്ടൻ പറഞ്ഞു, അല്ല ഗോവിന്ദൻ എവിടെ ഇല്ല, ഗോവിന്ദനും പോയിക്കാന്ന് പറയണം. ഓഹോ, ഫാമിലി ട്രിപ്പ് ആണല്ലോ അല്ലെ, ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു. അല്ല, ഇവിടെ ഒരു വളർത്തുനായ ഉണ്ടായിരുന്നല്ലോ, അയ്യപ്പൻ, അയാൾ എവിടെ പോയെന്ന് ചോദിക്കാം. അയ്യപ്പനും പുറത്തു പോയേക്കാം, എന്നാ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയണം. ഇത് കേട്ടതും
രഞ്ജു പറഞ്ഞു, അല്ല ആര് വന്നെന്നാ പറയണ്ടേ, അതൊക്കെ അയാൾക്ക് മനസ്സിലാക്കിക്കോളും, അയാൾ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി എന്ന് പറയാണ്. പിന്നീട് അവരെന്റെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അധികാരത്തോടു കൂടി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. രഞ്ജുവിനും ധ്യാനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അനാർക്കലി അകത്തേക്ക് വന്നു കസാരിലേക്ക് കയറിയിട്ട് കാലുമേ കാലും കയറ്റി വെച്ച് അങ്ങോട്ട് ഇരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് ധ്യാനും രഞ്ജുവും കൂടെ പരസ്പരം നോക്കി, ഇത് ആരാ എന്താണെന്ന് മനസ്സിലാവുന്നില്ലോ എന്ന് പറയാ. ആരാന്നറിയത്തില്ല, പക്ഷെ ആരോ വേണ്ടപ്പെട്ടവരാന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഇത്ര അധികാരത്തിലും കയറി ഇരിക്കത്തില്ലോ. ഈ സമയം അവർ ചോദിച്ചു, അല്ല അയ്യപ്പനെ വിളിച്ചോന്ന് ചോദിക്കും. ഇല്ല ഇപ്പൊ വിളിക്കാന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ച് അനാർക്കലി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.